ഒഡീഷ്യസ് നല്ല മൂവി കണ്ടു. കോയമ്പത്തൂർ ഐമാക്സ് ബ്രോഡ്വേയിലാണ് കണ്ടത്. വളരെ സൗത്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഒരു ഐമാക്സ് എക്സ്പീരിയൻസാണ് ബ്രോഡ്വേയിലുള്ളത്. അപ്പോൾ അതിൽ ആകെ 500 മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. എന്നാൽ പോലും ഉള്ളതിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഐമാക്സിലൊരു ഐമാക്സാണ്. 12 ചാനൽ സ്പീക്കറുണ്ട്, ഹ്യൂജ് ജൈജാൻറ്റിക് ആയിട്ടുള്ള സ്ക്രീനാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ മൂവിയിലേക്ക് നമ്മൾ എടുത്തെറിയും, നമ്മൾ പിന്നെ അതിനകത്താവും. പക്ഷേ കോയമ്പത്തൂർ ഐമാക്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റിങ് ചെറിയൊരു ഹൈറ്റ് കൂടുതലാണോ എന്നൊരു സംശയം. അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഐമാക്സിൽ കാണുന്ന സമയത്ത് ഏറ്റവും സെൻറ്ററിലാണ് അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെൻറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ താഴെയുള്ള ആൾക്കാരെ തലയൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. കാരണം സ്ക്രീൻ അത്രയും സൈസ് കൂടുതലായതുകൊണ്ട് താഴേക്കും കൂടി അതിൻ്റെ ആ സ്ക്രീനിൻ്റെ സൈസ് താഴേക്കും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് താഴേക്കും കൂടി കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് തല പെട്ടെന്ന് കാണും. പക്ഷേ ഞാൻ ചില തിയേറ്ററിൽ നിന്നും അങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആൾക്കാരെ തല പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ കാണുന്ന രീതിയിലുള്ളൊരു സാധനം എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ട് ആ ഒരു തലകൾ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്റ്റഡ് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ട് വരുന്നത്. ഞാനും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ മാക്സിമം താഴേക്ക് മാത്രം അടിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. പക്ഷേ അങ്ങനെ കണ്ണിലേക്ക് തന്നെ ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഫുള്ള് കളയുന്ന രീതിയിലുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ തിയേറ്റർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരിക, അല്ലെങ്കിൽ തിയേറ്റർക്ക് വരണ്ട. പിന്നെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള കച്ചറ അങ്ങനത്തെ വിഷയം. അപ്പം മൂവിയിലേക്ക് വരികയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ ഒഡേസി കിട്ടിയത്. അതും ഐമാക്സ് ട്രൂ ഐമാക്സ് എന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഡിജിറ്റലി കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ട്രൂ നമ്മൾ ഇന്ത്യയിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസാണ്. തീർച്ചയായും നിങ്ങൾ പോയി കാണണം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്കതിൽ നിന്ന് കിട്ടും. നമുക്ക് സ്റ്റോറി ഏകദേശം എല്ലാവർക്കും യൂട്യൂബിലും അവിടെയും വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ പോലും ബെസ്റ്റായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരുപാട് ഗൂസ് ബംസും ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള എക്സലൻസൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ക്രിസ്റ്റഫർ നോളൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓരോ മൂവി ചെയ്തു വെച്ചിട്ടുള്ളത് റിയലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ മാക്സിമം ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ എന്തൊക്കെ എഫേർട്ടാണ് ഇടുന്നത്. ഇതിൽ തന്നെ ചില ഫൈറ്റ് സീനിൻ്റെ സമയത്ത് നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ്. അതിൽ കുറച്ചുകൂടി ഒരു വിഷ്വലായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടാണ് അത് കുറച്ചുകൂടി നമുക്ക് എൻഹാൻസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാകുന്ന ചില സൗണ്ട് എഫക്ട്സ് അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ മാത്രം കാണുക. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, പറ്റുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ ഐമാക്സിൽ തന്നെ പോയി കാണുക. പിന്നെ ഐമാക്സിൽ സൗണ്ട് ഭയങ്കര കുറച്ച് ഓവറായിട്ടുള്ള സൗണ്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് കുറക്കായിരുന്നു സൗണ്ട്, അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. 12 ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഒരു ചെറിയൊരു ഇത് സൗണ്ട് കുറച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ബെറ്ററായിട്ട് കിട്ടാവുന്നതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഐമാക്സ് പോയി കാണുക. ഐമാക്സിൽ മാത്രം കാണുക. 2K പോയി കാണാതിരിക്കുക. കോഴിക്കോട് പാലാക്സിലൊക്കെ എപ്പോഴും 2K ഓടിക്കുന്നുണ്ട്. ബാക്കി സിനിമകൾ ഓടുന്നതുകൊണ്ട് സ്പേസ് ഇല്ലാണ്ട് ഇതിൽ ഓടിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ക്രിസ്റ്റഫർ നോളനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഐമാക്സിൽ തന്നെ പോയി കാണണം. പിന്നെ ഇത് നമ്മൾ സാധാരണക്കാരായിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ട് പരിചയമുള്ള ആൾക്ക് പോലും സിമ്പിളായിട്ട് പോയി കാണാവുന്ന ഒരു പടമാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഇല്ല. സാധാരണ ക്രിസ്റ്റഫർ നോളൻ്റെ നമുക്കറിയാലോ, ഒപ്പൻഹൈമർ ആണെങ്കിൽ പോലും നോൺ ലീനിയർ അല്ലാത്തതുകൊണ്ട്, നോൺ ലീനിയർ ആയതുകൊണ്ട് അതിങ്ങനെ ചിലപ്പം ഇതെവിടെയാണ് എങ്ങോട്ടാണ് നടക്കണത് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ പോലും എന്താണ് നടക്കണമെന്നുള്ളത് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഡെഫിനിഷൻസും കൂടി ഉണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഏതാൾക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അതിലുള്ള പല സീനുകളും ഭയങ്കര ഗൂസ് ബംസ് തരുന്ന രീതിയിലുള്ള സീനുകളാണ്. നമുക്ക് 1-2 തവണ സിമ്പിളായിട്ട് ഈ പടം കാണാൻ പറ്റും. അത്രയും ഒരു വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ നമ്മൾ പടം കണ്ടു കഴിയുമ്പം ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറും. കൺഫ്യൂസ്ഡ് ആവുമെന്ന് പറഞ്ഞാൽ ഒരു നോൺ ലീനിയറായിട്ട് കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ എന്നാൽ പോലും
നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന് ഇതാവുന്നില്ല. പക്ഷേ ചിലപ്പം ഈ ഫസ്റ്റ് ടൈം ഇയാളുടെ ഒരു പടം നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പം, അല്ലെങ്കിൽ അത്രയും നേരം നമ്മൾ കണ്ടത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു കൺഫ്യൂസ്ഡായി പോകാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ക്ലൈമാക്സിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കൈയടിക്കാനും കൂക്കി വിളിക്കാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സ്പോയിലേഴ്സൊന്നുമില്ല, തിയേറ്ററിൽ പോയി മാത്രം കാണുക. അത് കണ്ടിട്ട് 2-3 ഡേയ്സായി. ഐമാക്സിൽ മാക്സിമം ഐമാക്സിൽ പോയി കാണുക. കോഴിക്കോട് ഭാഗത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവ് തന്നെ കോയമ്പത്തൂർ പോയി വരാനുള്ള ഇതേ ഉള്ളൂ, ട്രെയിനിൽ പോയി വരാവുന്നേ ഉള്ളൂ. അപ്പോൾ മാക്സിമം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം.